ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ഭീമന്മാരിൽ ഒരാൾ ഇന്ത്യയുടെ വാതിലിൽ ഒരു വലിയ ഓഫറുമായി എത്തിയിരിക്കുകയാണ്. ആരും ഇതുവരെ നൽകാത്ത, ഇന്ത്യ വർഷങ്ങളായി ആഗ്രഹിച്ച ഒരു വിദ്യ. അത് പൂർണ്ണമായും നമുക്ക് നൽകാൻ അവർ തയ്യാറായി കഴിഞ്ഞു. ആഗോളതലത്തിൽ പ്രതിരോധ മേഖലയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ വലിയ നീക്കം ഇന്ത്യയുടെ ആകാശകരുത്തിനെ എങ്ങോട്ടാണ് എത്തിക്കാൻ പോകുന്നത്? എന്താണ് റോൾസ് റോയ്സ് എന്ന വമ്പൻ കമ്പനി ഇന്ത്യയിൽ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ തദ്ദേശീയ വിമാനങ്ങൾക്ക് ഈ പുതിയ മാറ്റം നൽകുന്ന കരുത്ത് എത്രത്തോളമാണ്? മോദി സർക്കാരിന്റെ ഈ വലിയ നയതന്ത്ര വിജയം ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? സ്കിപ്പ് ചെയ്യാതെ വാർത്ത അവസാനം വരെ കാണുക. ഇന്ത്യയുടെ ചരിത്രം മാറാൻ പോകുന്ന നിമിഷങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. പ്രിയ പ്രേക്ഷകരെ, സാധാരണ ഒരു കച്ചവടത്തിനും അപ്പുറം വലിയൊരു പങ്കാളിത്തമാണ് ഇവിടെ നടക്കുന്നത്. 120 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉള്ള അത്യാധുനിക എഞ്ചിനുകൾ ഇന്ത്യയിൽ വെച്ച് തന്നെ വികസിപ്പിക്കാനാണ് റോൾസ് റോയ്സ് തയ്യാറെടുക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതിന്റെ പൂർണ്ണമായ സാങ്കേതിക വിദ്യയും ഫുൾ ടെക്നോളജി ട്രാൻസ്ഫറും അതിന്റെ ഉടമസ്ഥാവകാശവും ഇന്ത്യക്ക് നൽകാൻ അവർ സമ്മതിച്ചു എന്നത് തന്നെയാണ്. ഈ എഞ്ചിൻ നിർമ്മാണത്തിലെ ഓരോ രഹസ്യവും ഇനി ഇന്ത്യയുടെ കൈവശമുണ്ടാകും. നമ്മുടെ തദ്ദേശീയ 5ാം തലമുറ വിമാനമായ AMCA-യുടെ പ്രധാന കരുത്തായി ഈ എഞ്ചിൻ മാറാൻ പോവുകയാണെന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മൾ മോദി സർക്കാരിന്റെ വികസിത് ഭാരത് എന്ന കാഴ്ചപ്പാടിനെ അഭിനന്ദിക്കേണ്ടത്. 2026 ഫെബ്രുവരിയിൽ നടന്ന സുപ്രധാന കൂടിക്കാഴ്ചയിൽ നമ്മുടെ പ്രധാനമന്ത്രിയുമായി കമ്പനി തലവൻ നടത്തിയ ചർച്ചകളാണ് ഇപ്പോൾ പ്രാവർത്തികമാവുന്നത്. വെറും ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നിന്ന് മാറി ലോകത്തിന് സാങ്കേതിക വിദ്യ നൽകുന്ന ഒരു പങ്കാളിയായി ഇന്ത്യ വളരുകയാണ്. ഇതിലൂടെ ഏകദേശം 10,000-ഓളം പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മുടെ രാജ്യത്തുണ്ടാകാൻ പോകുന്നത്. അതായത് നമ്മുടെ യുവതലമുറയിലെ മിടുക്കന്മാരായ അല്ലെങ്കിൽ മിടുക്കികളായ എഞ്ചിനീയർമാർക്ക് ഇനി സ്വന്തം മണ്ണിലിരുന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച എഞ്ചിനുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന അഭിമാനകരമായ ഒരു വലിയ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്ററുകൾക്കും വിമാനങ്ങൾക്കും മാത്രമല്ല റോൾസ് റോയ്സ് ഇവിടെ വരുന്നത്. നമ്മുടെ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും ആവശ്യമായ കരുത്തുറ്റ സംവിധാനങ്ങൾ ഇനി നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കും. മറ്റൊരു പ്രധാന കാര്യം, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കായി ന്യൂക്ലിയർ പവർ രംഗത്തും ഇവർ വലിയ നിക്ഷേപം നടത്തുന്നുണ്ടെന്നതാണ്. നമ്മുടെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ സുപ്രധാന നിർമ്മാണ മേഖലകൾക്ക് ആവശ്യമായ പവർ സൊല്യൂഷനുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയുടെ വ്യവസായ വളർച്ചയ്ക്ക് ഇത് വലിയ ഊർജം തന്നെയാണ് പകരുന്നത്. പ്രിയ പ്രേക്ഷകരെ, ആഗോള വിപണിയിൽ ഇന്ത്യ ഇപ്പോൾ ഒരു വലിയ ശക്തി തന്നെയാണ്. ഒരു വിദേശ കമ്പനി തങ്ങളുടെ മികച്ച സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് നൽകാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിലുള്ള അവരുടെ വിശ്വാസമാണ് കാണിക്കുന്നത്. നമ്മുടെ സപ്ലൈ ചെയിൻ സംവിധാനം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനാണ് ഈ പ്ലാൻ വഴി ലക്ഷ്യമിടുന്നത്. ലോകത്തെ മികച്ച സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുടെ മണ്ണിൽ തദ്ദേശീയമായി നിർമ്മിക്കപ്പെടുമ്പോൾ അത് ആഗോളതലത്തിൽ തന്നെ നമ്മുടെ വില വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പുതിയ പങ്കാളിത്തം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ്. റോൾസ് റോയ്സ് നൽകുന്ന ഈ സാങ്കേതിക വിദ്യയിലൂടെ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വൻ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കുമെന്നത് നിസ്സംശയം പറയാം. ആഗോളതലത്തിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഈ വലിയ മുന്നേറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.